കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടത്തി. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര നടത്തി. പൊതുസമ്മേളനം കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് എംഎൽഎ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജ്, കൌൺസിലർ നിത പോൾ, ചാലക്കുടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ, സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കെസിസിഎൽ ചെയർമാൻ ഗോവിന്ദൻ, സിഒഎ സംസ്ഥാന സെക്രട്ടറി പി.ബി. സുരേഷ്, കെസിസിഎൽ എംഡി പി.പി. സുരേഷ് കുമാർ, സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, കേരള വിഷൻ ചെയർമാൻ പി.എം. നാസർ, കേരള വിഷൻ എംഡി ജയപ്രകാശ്, കെസിസിഎൽ ഡയറക്ടർ വി.പി. ബിജു എന്നിവർ പ്രസംഗിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി പി. ആന്റണി സ്വാഗതവും സി.എ. ബൈജു നന്ദിയും പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് പൊതുവിൽ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽകൃതമായിട്ടുള്ള രീതികൾ, കോർപ്പറേറ്റ് വൽകൃത നയങ്ങൾ, അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാവുന്നതാണ്. വിവിധ മേഖലകൾ, ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായി രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന നിലയിലുള്ള ഈ കൂട്ടായ്മയുടെ 14ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇന്ന് കേബിൾ ടി വി സംവിധാനങ്ങളില്ലാത്ത, അല്ലെങ്കിൽ അത്തരമൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കേബിൾ ടി വിയും ചാനലുകളും ഒക്കെ നമ്മുടെ നാട് പലതിൻ്റെയും ബദലാകുന്നത് പോലെ ഈ മേഖലയിലും വലിയ കടന്നുവരവുകൾ ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാർ നടത്തുമ്പോൾ അതിനൊരു ബദലൊരുക്കുന്ന പ്രസ്ഥാനമാണ്, ബദലൊരുക്കിയ പ്രസ്ഥാനമാണ്, ഇന്നലകളിൽ അതിശക്തമായ പ്രതിരോധം സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. മറ്റു പലതിൻ്റെയും പേരിൽ, പല സംഘടനകളുടെയും പേരിൽ പലപ്പോഴും മറ്റു പലതും ഭിന്നിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ടിവിയുടെ പോസ്റ്റിൽ ഞങ്ങളൊന്ന് കേബിള് വലിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് അനുമതി നൽകിയ കരുണാകരൻ സർക്കാരാണ് പിന്നീട് കേരളത്തിൻ്റെ സാറ്റലൈറ്റ് ചരിത്രത്തിലെ നാഴികക്കല്ലായി തീർന്നത് എന്ന് ശശികുമാർ പറയാറുണ്ട്. ഇന്ന് അവിടെ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയി അതേ KSEBയുടെ പോസ്റ്റുകളിൽ കേബിൾ വലിക്കുന്നതിന് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഫീസ് ആവശ്യപ്പെടുമ്പോൾ പകച്ചു നിൽക്കുന്നവരായി നമ്മൾ മാറുന്നതിന് പിന്നിൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമ്മുടെ നാടിന് സംഭവിച്ച വലിയ മാറ്റമുണ്ട്. അത് ചെറിയ മാറ്റമല്ല. ഗൂഗിളാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ കമ്പനി. അവരുടെ പരസ്യ വരുമാനം പല രാജ്യങ്ങളുടെയും ആകെയുള്ള വരുമാനത്തെക്കാൾ ഇന്ത്യയുടെ ടേൺ കൂടുതലാണ് ഗൂഗിൾ കമ്പനിയുടെ പരസ്യ വരുമാനം. അത്രയേറെ സങ്കീർണമായ ലോകത്താണുള്ളത്. അപ്പൊ മാത്രമല്ല, മാധ്യമ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ടെക്നോളജി ചേഞ്ചസ് ഇന്ന് നമ്മൾ പിന്നിട്ട് വന്ന കാലങ്ങളൊക്കെ തന്നെ ഈ ഇരിക്കുന്ന ആളുകൾ ധരിച്ചിരിക്കുന്ന വെള്ള ഷർട്ടോ അല്ലെങ്കിൽ പൂ വിരിച്ചിട്ടുള്ള വഴികളൊന്നുമില്ലായിരുന്നു.
കേബിൾ ടി വി തുടങ്ങുന്ന കാലം മുതലേ ഉള്ള പ്രതിസന്ധികൾക്കിടയിൽ നിന്നിട്ട് തന്നെയാണ് ഇവിടെ ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ ഓപ്പറേറ്റർമാർ ഓരോരുത്തരും വളർന്നു വന്നിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും ഓരോ പ്രതിസന്ധികൾ തന്നെയായിരുന്നു.